കർത്താവിൻ്റെ അതിശ്രേഷ്ഠകരമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി ഈ സമയത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന ഈ രാജ്യത്തെ ഓർത്ത് ദൈവജനമാകുന്ന നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ വിടുതൽ ഈ ദേശത്തിന്റെ മേൽ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണമായി സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം രാജ്യങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വല്ലഭനായ ദൈവം ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിന് മുഖാന്തരമായി മാറിയ ഹലോ ഹോപ്പ് ജേണലിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ടതായ രാജീവ് ബ്രദർ, ചെറിയാൻ ബ്രദർ എന്നിവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവർ പ്രവർത്തന മണ്ഡലങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകരിൽ ഈ ദൈവജനം എത്തിക്കുവാൻ തക്കവണ്ണം അഹോരാത്രം അധ്വാനിക്കുമ്പോൾ സർവശക്തനായ ദൈവം സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താലും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കേൾവിക്കാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരും ഓർത്ത് കർത്താവിനെ മഹത്വീകരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ളതായ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ദൈവത്തിന്റെ വിഷയം സകല ജഡവും കാണുക വെളിപ്പെടുന്ന യഹോവയുടെ മഹത്വം. ഈ വിഷയത്തെ ആസ്പദമാക്കി അല്പനിമിഷം ദൈവം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുന്നു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി വായിക്കുന്നു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവീയ വചനം അടികൾക്ക് നൽകിയതിനായി നന്ദിയോടെ വാഴ്ത്തുന്ന കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമാറാകണമേ. വലിയ ആശ്വാസവും വിടുതലും ഉത്ഥാനവും കേൾവിക്കാരും കർത്താവ് നൽകണമേ. പ്രസംഗിക്കുന്ന നാവോട് വായന കൂടിയിരിക്കണം, ആദ്യോർന്ന് തിരുസ്ഥാനത്തിൽ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകല ജഡവും കാണുക വെളിപ്പെടുന്ന യഹോവയുടെ മഹത്വം. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ മഹത്വം എന്ന പദത്തിന് പഴയ നിയമത്തില് അതിന്റെ മൂലഭാഷയിൽ കാബോത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ നിയമം നമ്മൾ ഒരുപോലെ പഠിക്കുമ്പോൾ ഏതാണ്ട് 189 വാക്യങ്ങളിൽ 200 പ്രാവശ്യം കാബോത്ത് എന്ന പദം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇംഗ്ലീഷിൽ പല അർത്ഥങ്ങളാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഗ്ലോറി, ഓണർ, ഗ്ലോറിയസ്, ഹോണറബിൾ, ഗ്ലോറിയസ്ലി, അങ്ങനെ പലവിധമായ അർത്ഥങ്ങളാണ് ഈ കാബോത്ത് എന്ന പദത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ തേജസ്, മഹത്വം, ബഹുമാനം എന്നിങ്ങനെ ഈ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പുതിയ നിയമത്തില് ഗ്രീക്ക് ഭാഷയിൽ ഡോക്സ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 151 വാക്യങ്ങളിൽ 168 ഭാഗങ്ങളില് ഈ പദം ആവർത്തിച്ചു വരുന്നതായിട്ട് കാണുന്നു. അതിന്റെയും അർത്ഥം ഗ്ലോറി, ഗ്ലോറിയസ്, ഹോണർ, പ്രൈസ്, ഡിഗ്നിറ്റി, വാർഷിപ്പ്, അങ്ങനെ പലവിധമായ അർത്ഥങ്ങൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം, ബഹുമാനം, ആരാധന, പ്രഭാവം, അങ്ങനെ പലവിധമായ അർത്ഥം നമുക്ക് മലയാള ബൈബിളിൽ കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് യഹോവയുടെ തേജസ്സിനെ കുറിച്ചാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും. അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസംഘത്തോട് സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. മന്ന, സ്വർഗീയ ഭക്ഷണമായ മന്ന, ദൂതന്മാരുടെ ഭക്ഷണമായ മന്ന, മല്ലന്മാരുടെ ഭോജനമായ മന്ന
സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കൾ ഭക്ഷണത്തിനു വേണ്ടി ദൈവത്തോട് സീൻ മരുഭൂമിയിൽ നിലവിളിച്ചപ്പോൾ സർവശക്തനായ ദൈവം ആകാശം തുറന്നുകൊണ്ട് ആകാശത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഇവർക്ക് ശ്രേഷ്ഠമേറിയ ഭോജനമായ മഞ്ഞ കൊടുത്തു. ഈ മഞ്ഞ ഭൂമിയിൽ വീഴുന്നതിന് മുൻപായിട്ട് ജനത്തിന്റെ പിറുപിറുപ്പ് അഹരോനും മോശയും ഒക്കെ കേൾക്കുകയും അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്തു. അവരെല്ലാവരുടെയും നടുവില് ഈ മഞ്ഞ വീഴുന്നതിന് മുൻപായി, മണ്ണിൽ പൊതിഞ്ഞ മഞ്ഞ വീഴുന്നതിന് മുൻപായി യഹോവയുടെ തേജസ് മരുഭൂമിയിൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നു. പുറപ്പാട് പുസ്തകം 24 അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് തീ പോലെ മോശയെ വിളിച്ചു. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ആ ദൈവിക തേജസ്സിൽ മോശ 40 രാവും പകലും പർവ്വതത്തിൽ ആയിരുന്നു. അപ്പോൾ തേജസ്സിന്റെ കാഴ്ച എന്ന് പറയുന്നത് പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, തേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലാണ് എഴുത്തുകാരൻ വിശദീകരിക്കുവാനിടയായി തീർന്നത്. തീ കത്തുന്ന, പർവ്വതത്തിൽ തീ കത്തുന്ന പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നുവാനിടയായി തീർന്നു. ഈ 40 ദിവസം രാവും പകലും ദൈവത്തോടുകൂടെ ആയിരുന്ന മോശയ്ക്ക് ദൈവത്തിന്റെ തേജസ് കാണുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടായി. മോശ ദൈവത്തോട് പറഞ്ഞു, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 18-22 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. ദൈവം പറയുക, എനിക്ക് കൃപ ചെയ്യുന്നവനോട്, മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും. എനിക്ക് കരുണ കാണിക്കാൻ മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എന്റെ കൈ നീക്കും. നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല. അല്പനായ മനുഷ്യന് അപ്രാപ്യമായ ദൈവ തേജസ് ഏറ്റ് മോശ മരിക്കാതിരിക്കേണ്ടതിന് ആ ദൈവ തേജസ്സിന്റെ പ്രഭ മുഖാന്തരം മോശ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ കരങ്ങളില് മോശയെ മറയ്ക്കുന്നതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനിടയായി തോന്നും. വീണ്ടും ദൈവത്തിന്റെ തേജസ് നമുക്ക് കാണുവാനിടയായിട്ട് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ സമാഗമന കൂടാരം നിവർത്തപ്പോൾ അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി. യഹോവയുടെ തേജസ് തിരുനിവാസത്തെ മറച്ചു. മേഘം സമാഗമന കൂടാരത്തിൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഇറങ്ങി വസിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ പ്ലാനും പദ്ധതിയും ദൈവത്താൽ കൊടുത്ത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ പണിയപ്പെട്ട, ജ്ഞാനാത്മാവിനാൽ പണിയപ്പെട്ട സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ മോശയ്ക്ക് പോലും അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്റെ മുകളില് മുഖത്തോട് മുഖം നിൽക്കുന്ന കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവ തേജസ് സമാഗമനത്തെ മൂടിക്കഴിഞ്ഞപ്പോൾ, സമാഗമന കൂടാരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് പോലും അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. വീണ്ടും നമുക്ക് ഈ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത് കാണുവാനിടയായിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി നിലനിന്നതായ ലേവി ഗോത്രത്തിൽ നിന്ന് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അഹരോനെയും പുത്രന്മാരെയും ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ നിയോഗ പ്രകാരം
സർവജനത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി യാഗമർപ്പിക്കുവാൻ തക്കവണ്ണമായി, ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണമായി ദൈവം അവരെ തിരഞ്ഞെടുത്തപ്പോൾ സീനായി സമാഗമന കൂടാരത്തിന് മുൻപിൽ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നു. ലേവ്യ പുസ്തകം 9-ാം അധ്യായം 6:23 വാക്യം വായിക്കുമ്പോൾ മോശയോട് ദൈവം മോശ പറയുക, അപ്പോൾ മോശ നിങ്ങൾ ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യം ഇതാണ്. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന അഹരോനെയും അവന്റെ തലമുറകളെയും കുറിച്ചുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. അത് ചെയ്യണമെന്ന് യഹോവ കൽപ്പിച്ച കാര്യമാകുന്നു. യഹോവയുടെ തേജസ് നിങ്ങൾക്ക് പ്രത്യക്ഷമാകും. 23-ാം വാക്യം വായിക്കുമ്പോൾ ആ സമാഗമന കൂടാരത്തിൽ മോശയും അഹരോനും കടന്ന് പുറത്തു വരുമ്പോൾ അവർ ജനത്തെ ആശീർവദിച്ചപ്പോൾ ദൈവത്തിന്റെ തേജസ് സകല ജനത്തിന് മുൻപാകെ പ്രത്യക്ഷമായി. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ തേജസ് അവിടെ പ്രത്യക്ഷമായത്? അഹരോനും പുത്രന്മാർക്കുമാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തുന്ന ദൈവിക നിയോഗമായി ദൈവ തേജസ് അവിടെ, യഹോവയുടെ തേജസ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്തത് ദൈവത്തിന്റെ കൽപ്പനയാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ മോശയോട് ദൈവം പറയാണ്, നിന്റെ സഹോദരനായ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കൽ വരുത്തുക. ദൈവത്തിന്റെ നിയോഗമായ പൗരോഹിത്യത്തിനെതിരെ തുടങ്ങിയവർ മത്സരിച്ചപ്പോൾ അവർക്ക് മുൻപാകെ അവർക്ക് മുമ്പാകെ സമാഗമന കൂടാരത്തിന് മുമ്പാകെ വെളിപ്പെടുന്ന യഹോവയുടെ തേജസ്സാണ് അടുത്തതായിട്ട് നമ്മൾ കാണുവാനിടയായി തീർന്നത്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യത്തില് കോരഹ് അവർക്ക് വിരോധമായി സർവസമയെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവസഭയ്ക്കും പ്രത്യക്ഷമായി. തിരുനിവാസത്തിന്റെ വേല ചെയ്യുവാനും സഭയിൽ അനേക സമാഗമന കൂടാരത്തിൽ അനേക ശുശ്രൂഷ ചെയ്യുവാനും തിരഞ്ഞെടുക്കപ്പെട്ട അഹരോന്യ കുടുംബത്തെ ഒഴിഞ്ഞ് ബാക്കിയുള്ള ലേവി പുത്രന്മാരെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ കോരഹിനും കൂട്ടർക്കും ഈ പൗരോഹിത്യ ശുശ്രൂഷയും കൂടെ ആവശ്യപ്പെടുന്നത് ദൈവം ഏൽപ്പിച്ച ദൈവിക നിയോഗത്തോടുള്ളതായ വെല്ലുവിളി സമാഗമന കൂടാരത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ ദൈവത്തിന്റെ തേജസ് അവർക്ക് വിരോധമായി ദൈവത്തിന്റെ തേജസ് അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നു. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 42-ാമത്തെ വാക്യം കാണുന്നു, മോശയ്ക്കും അഹരോനും വിരോധമായി ഇസ്രായേൽ സഭ കൂടിയപ്പോൾ അവർ സമാഗമന കൂടാരത്തിന് നേരെ നോക്കി മേഘം അതിനെ മൂടി യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ! യഹോവയുടെ തേജസ് അവിടെ പ്രത്യക്ഷമായി. കോരഹിനെയും ദൈവത്തിന്റെ നിയോഗത്തിനെതിരെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ദൈവമേൽപ്പിച്ച ശുശ്രൂഷയ്ക്കെതിരെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണുവാനിടയായി തീർന്നു. ഉടനെ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ ഇടയായി തീർന്നു. 20-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇടിവിൽ നിൽക്കുന്ന അഹരോനെയും മോശയുമാണ്. കാദേശ് മരുഭൂമിയിൽ, വിശുദ്ധമെന്നർത്ഥമുള്ളതായ കാദേശ് മരുഭൂമിയിൽ ജനം വെള്ളം കിട്ടാതെ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ സമാഗമന കൂടാരത്തിന് മുൻപാകെ യഹോവയുടെ തേജസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ദൈവത്തിന്റെ കോപമുഖാന്തരമായി മരിച്ചുകൊണ്ട് അവിടെ വെച്ച് മരിച്ചുപോയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ തേജസ് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ ആലോചന മോശയോട്, നീ വടിയെടുത്ത് പാറയോട് കൽപ്പിക്ക, കാദേശ് മരുഭൂമിയിൽ പാറയിൽ നിന്ന് ദൈവം അവർക്ക് ഹല്ലേലൂയ കുടിപ്പാൻ ജലം കൊടുത്തു. പക്ഷേ മോശ എവിടെ ശ്രദ്ധ കാണിക്കുവാനിടയായിത്തീർന്നു. കൽപ്പിക്കാൻ പറഞ്ഞതായ മോശ ആ പാറയെ 2 വട്ടം അടിക്കുവാനിടയായി തീർന്നു. ദൈവജനത്തിന് മുൻപാകെ മോശ തന്നെ വിശുദ്ധീകരിക്കാത്തത് കൊണ്ട്, അനുസരിക്കാത്തത് കൊണ്ട് യഹോവയുടെ തേജസ് കണ്ടതായ മോശയ്ക്കും ആ കനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അവരുടെ നിലവിളി, അവര് മോശയ്ക്കും അഹരോനും വിരോധമായി വട്ടം കൂടിയപ്പോൾ അത് മോശ പിസ്മയുടെ കൊടുമുടിയുടെ മുകളിൽ നിന്നുകൊണ്ട്
കനാൻ ദേശം കണ്ട് തന്റെ പിതാക്കന്മാരോട് ചേരുവാനിടയായിരുന്നു. വീണ്ടും നാം ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് കാണപ്പെടുന്നത് ശലോമോൻ ദൈവത്തിന്റെ ആലയം പണിതു. ആ ദൈവത്തിന്റെ ആലയം പണിതപ്പോൾ ദാവീദിന്റെ പട്ടണമായ സിയോനിൽ നിന്ന് ദൈവത്തിന്റെ നിയമപെട്ടകം കൊണ്ടുവരികയും ദൈവാലയത്തില് പുരോഹിതന്മാർ പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുവാനിടയായി തീർന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയനേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽക്കുവാൻ കഴിഞ്ഞില്ല. സകല ജഡവും കാണെ വെളിപ്പെടുന്ന യഹോവയുടെ മഹത്വം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ നടുവില് ഹല്ലേലൂയ വെളിപ്പെടുവാനിടയായി തീരും. ഒരു പക്ഷേ ഈ ദൈവവചന ശുശ്രൂഷ നീ ഏകനായിട്ടാണ് കേൾക്കുന്നത് ആയിരിക്കാം, കുടുംബമായിട്ടാണ് ഒരു പക്ഷേ കേൾക്കുന്നത് ആയിരിക്കാം. എന്നാൽ ആരാധന വെളിപ്പെട്ടു വരുമ്പോൾ, കുടുംബത്തിൽ ആരാധന വെളിപ്പെട്ടു വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ഒരുമിച്ച് ചേർന്ന് പറയാൻ കഴിയുമോ? അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നല്ലവനായ ദൈവത്തിന്റെ വലിപ്പമേറിയ ദയ നമ്മുടെ വിധേ വെളിപ്പെട്ടു വരുമ്പോൾ ആരാധന വെളിപ്പെട്ടു വരുവാനിടയായി തീരും. കൂട്ടമായി ദൈവത്തെ ചേർന്ന് ആരാധിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ആ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ വൈതല് ഹല്ലേലൂയ അവനേകനായി ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. ദൈവത്തിന്റെ മഹത്വം ശലോമോന്റെ ദൈവാലയത്തിൽ ഇറങ്ങി വന്നത് മുഖാന്തരമായി അവിടെ പിന്നെ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമില്ല. ആ സമാഗമ കൂടാരത്തില് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നപ്പോൾ അവിടെ മോശയ്ക്ക് സ്ഥാനമില്ല. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് രാത്രി നാം ആയിരിക്കുന്ന ആ മണ്ഡലത്തില് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന് ആവശ്യം നമ്മിൽ നിന്ന് ദൈവം ആരാധന പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് നാം ആരാധിക്കുന്നത്? അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ചുറ്റും കേൾക്കുന്നതായ വാർത്തകള് നിരാശയുടെ വാർത്തകളാണ്. ഹല്ലേലൂയ ഓരോ ദിവസം കഴിയുന്ന വാർത്തകൾ നമ്മുടെ ഹൃദയത്തെ തകരുന്ന വാർത്തയാണ്. നാളെയെ കുറിച്ചുള്ളതായ ആകുലതകള്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ളതായ ആകുലതകള്, പല ഹോസ്പിറ്റലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമുക്ക് ആദിയാണ്. എന്നാൽ ഇന്ന് രാത്രി ആദി കൊണ്ടിരിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യഹോവയുടെ മഹത്വം നമ്മുടെ മീതെ വെളിപ്പെടുമ്പോൾ അത് സകല ജലവും കാണെ അത് വെളിപ്പെടുവാനിടയായി തരും. അങ്ങനെ വെളിപ്പെടണമെങ്കിൽ ആരാധനയിലേക്ക് മടങ്ങി വരുവാനിടയായി തീരട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആരാധിക്കാത്തത്? ദൈവാലയത്തിൽ ആരാധന നടക്കുന്നത് കൊണ്ട് നമ്മൾ ആരാധിക്കുന്നു. എന്നാൽ ഓരോ ഭവനങ്ങളിലും ആരാധന വെളിപ്പെടുവാനിടയായി തീരട്ടെ. ആരാധന വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായി തീരും. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സമർപ്പണമുള്ളതായ പ്രാർത്ഥനയുടെ നടുവില് ദൈവത്തിന്റെ തേജസ് ദൈവാലയത്തിൽ ഇറങ്ങി വരുന്നത് കാണുവാനിടയായി തീർന്നു. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ച് യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കുവാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിന്റെ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണു യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റേത് എന്നേക്കുമുള്ളത് എന്ന് സ്തുതിച്ചു. ആരാധന വെളിപ്പെട്ടപ്പോൾ ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം ഇവിടെ ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ദൈവാലയത്തിൽ ഇറങ്ങി വന്ന് സകല ജനവും അത് കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ ഏകനായിരുന്നു
നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുൻപാകെ വെളിപ്പെടുന്ന ആ ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ സർവ്വരും അറിയത്തക്ക നിലയിൽ അത് വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ശലോമോന്റെ സമർപ്പണ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങൾ നാം ആയിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. നമുക്ക് പേരറിയാവുന്ന ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങൾ ദൈവം നമുക്ക് സമയവും സാഹചര്യവും ഒരുക്കി തന്നിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവര്, നമ്മുടെ അയൽവക്കക്കാര്, ഈ രാജ്യത്തിലായിരിക്കുന്നവർക്ക്, നമ്മുടെ പഴയ സുഹൃത്തുക്കള്, പുതിയ സുഹൃത്തുക്കള്, നമുക്ക് അനേക ബന്ധങ്ങളുണ്ട്. ഓരോരുത്തരെയും ഓർത്ത് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ജാതികളായ ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി, മറ്റുള്ള സമൂഹത്തിലുള്ളവർക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമായി ഈ ദിവസങ്ങൾ നമുക്ക് ദൈവം അവകാശം സാഹചര്യം തന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അനേകർക്ക് വേണ്ടി വ്യക്തിപരമായി പേര് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരുടെ മീതെ വെളിപ്പെടുന്നത് നമുക്ക് ആത്മാവിൽ ദർശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരുപക്ഷെ നാം ഇങ്ങനെ പലരുടെയും പേര് പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ അകന്ന ബന്ധം എല്ലാ സുഹൃത്തുക്കളുടെയും പേര് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അവരറിയത്തില്ല. പക്ഷേ അതറിയുന്നവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്റെ മഹത്വം അവരുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ പേര് വെളിപ്പെട്ടു വന്ന് ദൈവമാരെന്ന് അവർക്ക് വെളിപ്പെട്ടു വരുവാനിടയായി തീരും. ഇനി നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. കെബാർ നദീതീരത്ത് വെളിപ്പെട്ട യഹോവയുടെ മഹത്വം ദർശിച്ച യെഹെസ്കേലിനെ കുറിച്ച് കാണുവാനിടയായി തീർന്നു. 22-ാമത്തെ വയസ്സിൽ യഹൂദയിൽ നിന്ന് യഹൂദയിൽ നിന്ന് പ്രവാസിയായി ബാബേലിൽ കടന്നു വന്ന് 25-ാമത്തെ വയസ്സിൽ കടന്നു വന്ന് 30-ാമത്തെ വയസ്സിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ കെബാർ നദീതീരത്ത് വെച്ച് ഏറ്റെടുത്ത് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ കെബാർ നദീതീരത്ത് വെച്ച് താൻ ദിവ്യ ദർശനങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷത അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രവാസത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ വഴിയിലെ ഇന്ന് രാത്രി പലവിധമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പാകെ ആയിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാമോ? ആ പ്രാർത്ഥനയിൽ നമുക്ക് ദിവ്യ ദർശനങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായി തീരും. ഒരു കാലത്ത് ദർശനം കണ്ട് ദൈവത്തെ ആരാധിച്ചവരുണ്ട്, ദൈവത്തെ സ്തുതിച്ചവരുണ്ട്. ഒരു കാലത്ത് സ്വപ്നം വ്യാഖ്യാനം ചെയ്തവരുണ്ട്, പ്രവചനപര ശുശ്രൂഷകളുണ്ട്, കൃപാവരങ്ങൾ നിറഞ്ഞു നിന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്നും ഒരു കെബാർ നദീതീരത്ത് പ്രവാസത്തിൽ ദുഃഖിതനെ പോലെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്, നീ ആരാധിക്കാൻ തുടങ്ങ്. നിന്റെ യഹോവയുടെ മഹത്വം ദിവ്യ ദർശനങ്ങളിൽ വെളിപ്പെടുവാനിടയായി തരാം. ആ ദൈവത്തിന്റെ ദിവ്യ ദർശനം കണ്ട യെഹെസ്കേൽ ദൈവസഭയിൽ അവൻ വീഴുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ വീണപ്പോൾ ആ ദൈവം അവനെ ദൈവത്തിന്റെ ആത്മാവ് അവനെ എഴുന്നേൽപ്പിച്ച് നിൽക്കുവാനിടയായി തന്നു. തുടർന്ന് താൻ ചെയ്യേണ്ടതായ ദൈവിക ശുശ്രൂഷകളെ കുറിച്ചുള്ളതായ നിയോഗം അവനിൽ വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ തുടർന്ന് യെരൂശലേം ദേവാലയത്തിലെയും അവിടെ വെളിപ്പെട്ടു വന്നതായ അവിടെ വെളിപ്പെട്ടതായ ദൈവ മഹത്വത്തെയും കുറിച്ച് യെഹെസ്കേലിന് വെളിപ്പെടുവാനിടയായി തീർന്നു. യെഹെസ്കേലിന്റെ പുസ്തകം 1-ാം അധ്യായം 28, 2-ാം അധ്യായം 1-2 വാക്യങ്ങളിലാണ് യഹോവയുടെ മഹത്വം യെഹെസ്കേലിന് വെളിപ്പെടുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം 8-ാം അധ്യായം 3-ഉം 4-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദിവ്യ ദർശനങ്ങളിൽ യെരൂശലേം ദൈവാലയത്തിന്റെ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കലിലെ കാഴ്ച ദൈവം അവനെ കാണിക്കുകയാണ്. അവിടെ യെഹെസ്കേൽ കണ്ടതായ കാഴ്ച അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബം അവിടെ തീഷ്ണതാബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. ആ ഇരിപ്പിടത്തിന്റെ അടുത്ത് തന്നെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു. നോക്കുക, തീഷ്ണതാബിംബം എന്ന് പറയുന്നത് പഴയ ഇസ്രായേലിന്റെ രാജാവായ മനശ്ശ ദൈവത്തിന്റെ ആലയത്തിൽ പ്രതിഷ്ഠിച്ചതായ അശേര പ്രതിഷ്ഠയാണ്. നോക്കുക, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരേണ്ട ദൈവത്തിന്റെ ആലയത്തില്, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം വസിക്കുന്ന ദൈവത്തിന്റെ ആലയത്തില് അശേര പ്രതിഷ്ഠയെ കൊണ്ടുവച്ചപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം വിട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചവനാണ്, നീ
ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചവളാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം നിനക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നില്ല. കാരണം ഏതൊക്കെയോ ചില പ്രതിഷ്ഠകൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം നിന്നിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ദൈവത്തിന്റെ മഹത്വം അകന്നു പോകുവാനിടയായി തീർന്നത്? വിഗ്രഹാരാധന ദൈവാലയത്തിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. യെഹെസ്കേൽ പുസ്തകം 8-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ 4 വിധമായ ദുരാചാരങ്ങളെ കുറിച്ച് നമുക്ക് കാണുന്നു. ഒന്നാമതായിട്ട് യാഗപീഠത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ ദൈവത്തിന് തീഷ്ണത ജലിപ്പിക്കുന്ന നിലയിൽ ഒരു ബിംബം അശേര പ്രതിഷ്ഠയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തിരുഹൃദയമാകുന്ന ദൈവാലയത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ മഹത്വം അകന്നു പോകുവാൻ കാരണം ദൈവത്തെ കോപിപ്പിക്കുന്ന, ദൈവത്തെ തീഷ്ണത ജലിപ്പിക്കുന്നതായ ഹല്ലേലൂയ ചില ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. ബിംബം എന്ന് പറയുന്നത് വിഗ്രഹമാണ്. ഏതാണ് വിഗ്രഹം? ദൈവത്തെക്കാൾ ഉപരി ഏതിനെയെങ്കിലും സ്നേഹിച്ചാൽ അത് നമുക്ക് വിഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആലയമായ ഈ തിരുഹൃദയത്തില്, ഈ തിരുശരീരത്തില് ദൈവത്തെക്കാൾ ഉപരി എന്തിനെയെങ്കിലും സ്നേഹിച്ചുകൊണ്ട് ആ ഹൃദയത്തിൽ നമ്മൾ അതിന് സ്ഥലം കൊടുക്കുന്നുവെങ്കിൽ, അതിന് സാഹചര്യങ്ങൾ ഒരുക്കുന്നുവെങ്കിൽ, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു എങ്കിൽ അത് നമുക്ക് വ്യക്തിയായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, മെറ്റീരിയൽ ആയിക്കൊള്ളട്ടെ, വസ്തുവായിക്കൊള്ളട്ടെ, ധനമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, അത് ദൈവത്തിന് വിഗ്രഹമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ യാതൊന്നിന്റെയും ബിംബം ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ, എന്റെ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പന നാം ലംഘിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മകത്ത് നമ്മൾ നിന്ന് അകന്നു പോകുവാനിടയായിരുന്നു. 8-ാം അധ്യായത്തില് 2-ാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവാലയത്തിന്റെ ചുവരുകളില് വിവിധ ഇനം മൃഗങ്ങളുടെയും ഇഴജന്തുക്കളുടെയും ചിത്രങ്ങൾ വരച്ച് അതില് ധൂപമർപ്പിക്കുന്ന ഒരു പുരോഹിതന്മാരെ കാണുവാനിടയായിരുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ചുവരുകളിൽ എന്തിനെങ്കിലും ചിത്രമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഒന്ന് മാറ്റുവാൻ തക്കവണ്ണമായി ദൈവാത്മാവ് നമുക്ക് ആലോചന പറയുകയാണ്. പുരോഹിതന്മാർ ഹല്ലേലൂയ സ്തോത്രം വിഗ്രഹം വരച്ച ചിത്രങ്ങൾക്ക് മുൻപായി, ഹല്ലേലൂയ ചിത്രങ്ങൾക്ക് മുമ്പായി ധൂപം കാട്ടുന്നു. അടുത്തത് അസന്മാർഗീയ നിലയില് തമ്മൂസിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. അത് യാഗപീഠത്തിന്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ സ്ത്രീകള് തമ്മൂസിനെ ആരാധിക്കുകയാണ്. തമ്മൂസ് എന്ന് പറയുന്നത് പ്രത്യുത്പാദന ദേവനാണ്. വേനല് മാറി മഴ കൊണ്ടുവരുന്നത്, ആ വേനല് മാറുന്നത് തമ്മൂസിന്റെ മരണവും, മഴ വന്ന് ഒരു ചെടി വളർന്നു വരുന്നത് തമ്മൂസിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി കരയുന്നതായ ഒരു പറ്റം സ്ത്രീകളെയാണ് ദൈവാലയത്തിനകത്ത് കാണുവാനിടയായിരുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വഴിയിലെ ഈ ദിവസങ്ങളില് ദൈവത്തിന്റെ മഹത്വം ദൈവാലയത്തിൽ വെളിപ്പെടുവാൻ കരയേണ്ട ദൈവത്തിന്റെ വൈതല് അതിന് ചില തമ്മൂസിനെ ഓർത്ത് കരയുകയാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി രാജ്യങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണമായിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 4-ാമത്തെ കാര്യം, സൂര്യനെ ആരാധിക്കുന്ന ചിലരെ കാണുവാനിടയായിരുന്നു. ദൈവത്തെ ആരാധിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടവര് അവർ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരമായി കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് സൂര്യനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ദൈവാലയത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. യെഹെസ്കേൽ 8:30 10-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ യഹോവയുടെ മഹത്വം കെരൂബിന്മേൽ നിന്ന് പൊങ്ങി ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് മീതെ നിന്നു. ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായ ദൈവമഹത്വം ദൈവാലയം വിട്ടുപോകുന്നു. യെഹെസ്കേൽ 10-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ മഹത്വം യഹോവയുടെ ആലയത്തിൽ കിഴക്ക് പടിവാതിൽക്കൽ ചെന്നിരിക്കുന്നു. യെഹെസ്കേൽ പുസ്തകം 11-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശമുള്ള പർവ്വതത്തിന്റെ മേൽ നിന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലേ,
നമ്മുടെ ഹൃദയത്തിൽ പാപമുണ്ട് എങ്കിൽ, അകത്യമുണ്ട് എങ്കിൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ കഴിയയില്ല. ആ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം എന്നേക്കുമായി വേർപെട്ടുപോയതിനെ കാണിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമേ, ഈ ദിവസങ്ങളിൽ നമുക്കൊരു സ്വസ്ഥതയില്ലായ്മ അനുഭവിക്കുന്നുവെങ്കിൽ, നമുക്കൊരു സമാധാനമില്ലായ്മ അനുഭവിക്കുന്നുവെങ്കിൽ, എപ്പോഴും ടെൻഷനാണ്, നാളെയെ കുറിച്ചുള്ളതായ ചിന്ത, ഈ പലവിധമായ ആദികൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ഈ ഭാരങ്ങളെല്ലാം അകന്നു മാറും, ഈ വേദനകളെല്ലാം നീങ്ങാൻ, ഈ ചിന്താകുലങ്ങളെല്ലാം മാറും. യഹോവയുടെ മഹത്വം ഈ ആലയത്തിന്റെ മേൽ ഇറങ്ങി വരുമ്പോ, ഈ ആലയത്തിന്റെ മേൽ മടങ്ങി വരുമ്പോ, ഹല്ലേലൂയ, എല്ലാ ഭാരങ്ങളും മാറും, എല്ലാ ചിന്തകളും മാറും, എല്ലാ ആകുലതകളും മാറും. യെഹെസ്കേൽ പുസ്തകം 43-ാം അധ്യായം 2-4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പിന്നെ ദൈവത്തിന്റെ മഹത്വം ആ സഹസ്രാബ്ദ ദൈവാലയത്തിൽ വെളിപ്പെടുവാനിടയായി തീർന്നത്. ഈ 2 കാലഘട്ടത്തിന് ശേഷമായിട്ട് ഇടയ്ക്ക് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നില്ല. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോ ദൈവത്തിന്റെ ആലയമായ, മന്ദിരമായ, വിശുദ്ധ മന്ദിരമായ സഭയാകുന്ന നമ്മളിൽ ഓരോരുത്തരുമാണ് ഈ പരിശുദ്ധാത്മയുഗത്തില് ദൈവത്തിന്റെ മഹത്വം ആവസിക്കുവാനിടയായിട്ടുള്ളത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യെഹെസ്കേൽ പുസ്തകം 1-ാം അധ്യായം ആ ദൈവത്തിന്റെ പ്രത്യക്ഷത കണ്ട ഹല്ലേലൂയ, യെഹെസ്കേല് വീണ്ടും ദർശനത്തിന്റെ 18-ാം വർഷമാണ് ദൈവത്തിന്റെ തേജസ് ദൈവാലയത്തിലേക്ക് മടങ്ങി വരുന്നത് കാണുവാനിടയായിട്ടുള്ളത്. ഹഗായി പ്രവാചകൻ മുഖാന്തരം ദൈവത്തിന് വാഗ്ദത്തമുണ്ട്, ഞാൻ സകല ജാതികളെയും ഇളക്കാം, സകല ജാതികളുടെ ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കാം. ഹല്ലേലൂയ, സകല ജാതികളുടെ മനോഹര വസ്തു വരികയും വെളിപ്പെടുകയും ചെയ്യാം. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുവാനിടയായി തരും. നോക്കുക, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദൈവം വാഗ്ദത്തം പറയുക, സകലതിന്റെ മനോഹര വസ്തു, മനോഹരമായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ദൈവാലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. യെഹെസ്കേൽ പറയുന്നു, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. സക്കറിയ പ്രവാചകനിലൂടെ ദൈവം പറയുക, ദൈവം അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന ദൈവ പൈതലിന്റെ ചുറ്റില് സ്വർഗ്ഗ ഒരു തീമതിലായിരിക്കും. ഈ നിമിഷം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിന്റെ കണ്ണിൽ നിന്ന്, നിന്റെ കാലിലെ വീഴ്ചയിൽ നിന്ന്, നിന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വെളിപ്പെടുന്ന, വിടുവിക്കുന്ന സകല ജഡവും വെളിപ്പെടുന്ന യഹോവയുടെ മഹത്വം നിന്നിൽ മേൽ വെളിപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിനക്ക് ചുറ്റും ഒരു തീമതിലായിരിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന്റെ ജനനം മെസ്സേജ് കൈമാറ്റം ചെയ്യുവാൻ ലഭിച്ച ആട്ടിടയന്മാരുടെ മുന്നിൽ ദൈവത്തിന്റെ തേജസ് ചുറ്റി സകല ജനത്തോടും വെളിപ്പെടുവാനുള്ള, സർവ്വജനം ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം സുവിശേഷിച്ച് യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതായ സദ്വർത്തമാനം ദൂതന്മാർ മുഖാന്തരം ആരും അറിയപ്പെടാത്തതായ ആട്ടിടയന്മാർക്ക് ലഭിച്ചു. ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു, ഈ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യം കർത്താവ് ഒരുവോളം പ്രസംഗിക്കപ്പെടുമ്പോൾ ആരും അറിയാത്ത, ഒരു പേര് പോലും രേഖപ്പെടുത്താത്ത ഈ ആട്ടിടയന്മാരെ കുറിച്ച് സകല ജനവും അറിയുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ മഹത്വം എപ്പോഴാണ് നമ്മളിൽ വെളിപ്പെടുന്നത്? പുരോഹിതന്മാരുടെ മുമ്പാകെ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുന്നത് എപ്പോഴാ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 40-ാം വാക്യത്തിൽ യേശു മാർത്തയോട് പറയുന്നു, അയ്യോ മാർത്തേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ചോദിച്ചു. ഏത് സാഹചര്യത്തിലാ ഇവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്? ലൂക്കോസ് 14 4 വാക്യത്തില് നമ്മൾ കാണുന്നു, യേശു ലാസർ ലാസർ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് അത്ര എന്ന് പറഞ്ഞു. യഹൂദിയയിൽ നിന്ന് യഹൂദിയയിലെ ചെറിയ ഗ്രാമമായ ബെഥാനിയ, ബേത്പേരില യേശു ശിഷ്യന്മാരിപ്പോൾ ഏതാണ്ട് 30 മൈൽ ഒരു ദിവസത്തെ വഴിയാത്രയുണ്ട്. കർത്താവ് പറയാ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാ ഈ ദീനം വന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതേ, നീ ഈ ദീനത്തെ കുറിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, വേദനപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് പറയാനുള്ള ഒരു കാര്യം, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. അവിടെ വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വം എന്തുവാ? തന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ച് 4 നാളായി നാറ്റം വമിക്കാൻ തുടങ്ങിയെന്ന് മാർത്ത പറഞ്ഞപ്പോൾ മാർത്ത പറയാൻ, അയ്യോ മാർത്തയെ, വിശ്വസിക്കാൻ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതേ, പല നാറ്റം വഹിക്കുന്നതായ ചില സാഹചര്യത്തിന്റെ നടുവിലാണ് നീ ആയിരിക്കുന്നത് എങ്കിൽ, നിന്റെ പ്രിയപ്പെട്ട പലരും ആത്മീകമായും മരണം സംഭവിച്ച അവസ്ഥയില്ല, ആത്മീകമായി മരിച്ച് നാറ്റം വെച്ച അവസ്ഥയിലാണ് എങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവൻ നിന്നോട് പറയാനുള്ളത്, നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതേ, സകല ജഡവും കാണുക വെളിപ്പെടുന്ന യഹോവയുടെ മഹത്വം. നീ ദൈവത്തിന് പ്രിയമുള്ളവനാണ്, നീ ദൈവത്തിന് പ്രിയമുള്ളവളാണ് എന്ന് ഈ ലോകമറിയേണ്ടതിന് വെളിപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വം നീ ആയിരിക്കുന്ന മണ്ഡലങ്ങൾ വെളിപ്പെടുവാനിടയായി തീരും. വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. ആ യേശുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിക്കുവാനിടയായിത്തീർന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് ലാസറേ പുറത്തു വരിക. അവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. അവന്റെ കെട്ടഴിക്കുവാൻ അവരോട് പറഞ്ഞു. അവൻ ജീവനുള്ളവനായി മാറി. രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതേ, സകല ജഡവും കാണുക വെളിപ്പെടുന്ന യഹോവയുടെ മഹത്വം നിന്നിൽ വെളിപ്പെടുമ്പോൾ, യഹൂദയിലെ കൊച്ചു ഗ്രാമമായ ബെഥാനിയയില് ആരും അറിയാത്ത ലാസറിനെയും മറിയയും മാർത്തയും ലോകമറിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ വ്യാപരിച്ച അവരുടെ ഉള്ളിലുള്ളതായ വിശ്വാസത്തിന് കഴിഞ്ഞു പോയെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ളതായ വിശ്വാസത്തിന് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമ്മളായിരിക്കുന്ന ഈ ദേശത്തിലും ഈ ലോക രാജ്യങ്ങളിലും വെളിപ്പെടുവാൻ കഴിയുന്നു എന്നുള്ളത് ഇന്ന് രാത്രി നാം മറന്നു പോകരുത്. അല്പകാലത്തേക്ക് നാം സഹിക്കേണ്ടി വരുന്ന ലഘുവായ കഷ്ടം, അല്ലെങ്കിൽ ഒരു നിത്യതയുടെ വലിയ തേജസ് ലഭിക്കുവാൻ കാരണമായി. എപ്പോഴാണ് നമ്മളില് ദൈവത്തിന്റെ തേജസ് പൂർണ്ണമായി വെളിപ്പെടുന്നത്? കർത്താവ് അന്യവീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഹല്ലേലൂയ, ആ കർത്താവ് ആകാശമണ്ഡലങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ ഇങ്ങോട്ട് കയറി വരിക എന്നുള്ളതായ അർത്ഥകാഹളത്തിന്റെ ശബ്ദത്തിന് മുൻപായി ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. മരിച്ചവർ മുമ്പേ ക്രിസ്തുവിൽ ഉയർക്കപ്പെടുവാനിടയായി തരാം. നമ്മളുടെ തേജസ്കരത്തിന്റെ പൂർത്തീകരണം വെളിപ്പെടുന്നത് ഹല്ലേലൂയ നാമാക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആ കാത്തിരിക്കുന്ന കർത്താവ് അധികം താമസമില്ല വാനവിധാനത്തിൽ അവിടേക്ക് കയറി വരിക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ഈ മൺകൂടാരത്തെ മാറ്റിക്കൊണ്ട് ഹല്ലേലൂയ സ്വർഗീയ കൂടാരത്തെ ചെറിയ തേജസ്സിനെ പ്രാപിക്കുവാനിടയായി തീരും. നമ്മുടെ കണ്ണുകളെ ദൈവത്തിലടയ്ക്കാം. ഈ കേൾപ്പിച്ചതായ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തില് ഒരു രൂപാന്തരത്തിന് കാരണമായി മാറട്ടെ. യഹോവയുടെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. ജീർണിച്ചതായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ജീവൻ തരുവാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഏത് വിഷയത്തോടാണോ ഇന്ന് രാത്രിയിൽ നാം അവിശ്വസിക്കുന്നത്, അവിശ്വാസത്തെ മാറ്റ് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനിടയായിത്തീരും. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കാരുടെ പരിശുദ്ധാത്മാവിനോടതിനായി സ്തോത്രം. വലിയ രൂപാന്തരത്തിനും വിടുതലും കാരണമായി മാറ്റുവാൻ ദൈവാത്മാവ് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുവാൻ്റെ കാണും പ്രിയപ്പെട്ട രാജ്യസഭനെയും ചെറിയ ബ്രദറിനെയും ഒരുക്കിയതിനായി സ്തോത്രം. അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് വേഗത്തിൽ ദൈവപ്രവർത്തി അടിയങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ, ദൈവത്തിന്റെ മഹത്വം കേൾവിക്കാരെല്ലാവരുടെ മേലും വെളിപ്പെട്ടു വരുവാൻ ദൈവം ഇടയാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന തിരുസാന്നിധ്യം അടികളോട് കൂടി ഇരിക്കണം. ദിവസങ്ങളിലെ യഹോവയുടെ മഹത്വം അടിയങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ.